ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നും എല്ലാ മതത്തെയും ഒരുപോലെ തുല്യതയോടെ കാണുന്നു എന്ന് പറയുമ്പോഴും ഇന്ന് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു സമൂഹത്തെ തന്നെ അടിച്ചമർത്താനും നാടുകടത്താനുമുള്ള തീവ്ര പരിശ്രമത്തിലാണ്. അതിനുള്ള ഏറ്റവും പുതിയ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമീപ ആഴ്ചകളിൽ ഇന്ത്യൻ അധികാരികൾ നൂറുകണക്കിന് ബംഗാളി മുസ്ലിങ്ങളെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ എന്ന് മുദ്രകുത്തി ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട്. ഇന്ത്യൻ പൗരന്മാരായ ബംഗാളി മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിലൂടെ ഇന്ത്യ ഭരിക്കുന്ന BJP വിവേചനത്തിന് ആക്കം കൂട്ടുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യ ഡയറക്ടർ എലൈൻ പിയേഴ്സൺ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ കണ്ടെത്തലുകൾ അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ലെന്നും പിയേഴ്സൺ പറഞ്ഞു. ഇന്ത്യൻ സർക്കാർ പുറത്താക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ മെയ് 7-നും ജൂൺ 15-നും ഇടയിൽ ഇന്ത്യ 1500-ലധികം മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയതായി ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മ്യാൻമറിൽ നിന്നുള്ള ഏകദേശം 100 റോഹിംഗ്യൻ അഭയാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ പത്രക്കുറിപ്പിൽ ഇതേക്കുറിച്ച് പറയുന്നുമുണ്ട്. 2025 മെയ് മുതൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ബംഗാളി മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്.